നിസാം സെയ്ദ്, ഒളിച്ചുവെക്കാനൊന്നുമില്ല ബി ജെ പിക്ക്. ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി, പ്രകടന പത്രികയല്ല പ്രതിജ്ഞാ പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല 15,700 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉത്തർപ്രദേശിൽ. അതിൽ 11,100 അയോധ്യയുടെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ശരാശരി ഒരു ദിവസം 15,000 മുതൽ 20,000 വരെ റെയിൽവേ യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ധാം. ആയിരക്കണക്കിന് ആളുകളെ പ്രതീക്ഷിക്കുന്ന മഹാഋഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്, പുതിയ 4 നിരത്തുകൾ, അമൃത് ട്രെയിനുകൾ 2 കൂടാതെ 4 വന്ദേ ഭാരത് ട്രെയിനുകൾ. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുകയാണ് അയോധ്യ. ലോകം അയോധ്യയിലേക്ക് നോക്കും. 47 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ. എങ്ങനെയാണോ മെക്ക മുസ്ലിങ്ങൾക്ക് എന്നതുപോലെ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് അയോധ്യ ഒരു പിൽഗ്രിം ടൂറിസം സെന്ററായി തീരുമെന്നാണ്. നിസാം സെയ്ദ്, ഒരു വലിയ പ്രൊജക്റ്റ് എന്ന രീതിയിൽ അത് ഇന്ത്യയുടെ വികസനത്തിന് ഒരു തുടക്കമാകുമെന്ന സൂചന കൂടിയാണോ ഇന്നത്തെ പൊളിറ്റിക്കൽ റോഡ് ഷോയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അയോധ്യ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നും അവരുടെ അജണ്ടയിലുണ്ടായിരുന്ന ഒരു വിഷയമാണ്, നമുക്കെല്ലാം അറിയാം. ബി ജെ പി 1980-കൾ മുതൽ തന്നെ ഉയർത്തിക്കൊണ്ട് വന്ന വിവാദമായ 3 വിഷയങ്ങളിലൊന്നായിരുന്നു അയോധ്യ. ആ അയോധ്യ മതപരമായ ഒരു വിഷയമായി അവർ ഉയർത്തിക്കൊണ്ട് വന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനസാമാന്യത്തെ വൈകാരികമായി ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്നതിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ 10 വർഷമായി ബി ജെ പി അധികാരത്തിലിരിക്കുന്നു. ബി ജെ പിക്ക് ഭരണപരമായ നേട്ടങ്ങൾ എടുത്തു കാട്ടുവാൻ ഇല്ല. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി ജെ പി അവരുടെ ഭരണപരമായ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറല്ല എന്ന വസ്തുതയാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. ബി ജെ പി 2024 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് സൗജന്യ ഉപഭോക്താക്കളിൽ അവസാനത്തെ ആളാണ് ഇപ്പോൾ ഈ പറയുന്ന മീരാമഞ്ചി. 10 കോടി സ്ത്രീകൾക്കാണ്, അവരുടെ വീടുകളിലേക്കാണ് ഈ പദ്ധതിയെക്കുറിച്ച് വ്യാപകമായ പരാതികൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഗ്യാസ് ലഭിച്ചവർക്ക് പിന്നീട് രണ്ടാമത് ഗ്യാസ് ലഭിച്ചിട്ടില്ല, രണ്ടാമത്തെ കുറ്റി ലഭിച്ചിട്ടില്ല. ഇത് ഗ്യാസ് ആദ്യത്തെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് മാത്രം അവസാനിച്ചു എന്നൊക്കെയുള്ള വ്യാപകമായ പരാതികൾ, ഇതൊരു ഷോ മാത്രമാണെന്നുള്ള വ്യാപകമായ പരാതികൾ. പദ്ധതി മധ്യപ്രദേശിലുമൊക്കെ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തത്. അത് എന്ന് മാത്രമല്ല, അത് അതിനേക്കാൾ കൂടുതലായി അവിടെ വളരെ വ്യാപകമായ വെൽഫെയർ സ്കീംസ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അതിനെ ഒന്നും കണക്കിലാക്കാതെ ബി ജെ പിയുടെ വോട്ടുകൾ എപ്പോഴും അവരുടെ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വയിൽ അടിസ്ഥാനമാക്കി നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സങ്കല്പം ഉള്ള ഈ ജനക്ഷേമ പദ്ധതികൾ കൂടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയില്ലേ? കർഷകർക്ക് ലഭിച്ചിരിക്കുന്ന പദ്ധതി. ഇന്ന് മീരാമഞ്ചി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞത്, ഞാൻ താമസിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ചിരിക്കുന്ന വീട്ടിലാണ്, ഞാൻ കുക്ക് ചെയ്യുന്നത് പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്ന ഉജ്ജ്വൽ ഗ്യാസ് യോജനയുടെ ഭാഗമായിട്ടാണ്, ഈ പരിസരത്തേക്ക് വന്ന വഴികൾ പ്രധാനമന്ത്രി സഡക് യോജനയുടെ ഭാഗമായിട്ടാണ്. പറയുന്നത് മീരാമഞ്ചിയെ പോലെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബിനിയാണ്. സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അനുഭവവേദ്യമാകുന്നുവെന്ന് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു, നമ്മൾ രാജസ്ഥാനിൽ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു, ഇപ്പോൾ മീരാമഞ്ചി അടക്കമുള്ളവർ പറയുന്നു. ഇത് ഇന്ത്യയിലെ സ്ത്രീജനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സ്ത്രീജനങ്ങൾ ഏറ്റെടുത്താൽ ഈ റാം, റൊട്ടി, രഞ്ജൻ, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് രാമൻ അത് അയോധ്യ, മറ്റൊന്ന് റൊട്ടി അത് ഭക്ഷണം, മൂന്നാമത്തത് രഞ്ജൻ അവർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഉത്സവങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു വിഭാഗം ജനങ്ങൾക്ക് ലഭ്യമാകുന്നു. ആ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു സ്വാഭാവികമായും. അതുകൊണ്ട് നമ്മൾ ഹിന്ദുത്വത്തിന്റെ പ്രോജക്റ്റ് മാത്രമാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ കാരണം എന്നുള്ളതൊരു ചുരുങ്ങിയ കാഴ്ചപ്പാടല്ലേ? ചുരുങ്ങിയ ഇതിനേക്കാൾ എത്രയോ വിപുലമായ ക്ഷേമ പ്രവർത്തനങ്ങൾ UPA ഗവൺമെൻറ്റുകൾ കാഴ്ചവെച്ചിരുന്നു. ഇന്ത്യയിലെ എത്രയോ കോടി ജനങ്ങൾക്ക് തൊഴിലുറപ്പ് വരുത്തുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. അതുപോലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ അത് അവകാശമാക്കി. അപ്പോൾ ഇതൊന്നും അതിനെയൊക്കെ അപേക്ഷിച്ച് ഇത് വളരെ ലളിതമായ, വളരെ ലഘുവായ പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ കാലയളവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനേക്കാളൊക്കെ നമ്മൾക്ക് ഹിന്ദി ബെൽറ്റിൽ നമ്മൾക്ക് സമീപിക്കുമ്പോൾ അറിയാം, ഇതൊന്നുമല്ല, ഇത്തരം വെൽഫെയർ സ്കീംസോ ഒന്നുമല്ല BJPയുടെയോ നരേന്ദ്രമോദിയുടെയോ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമെന്ന്. വിദ്വേഷത്തിൽ അടിസ്ഥിതമായ
ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബേസിൽ വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും BJP ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് 2024 അവർ ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ രാമജന്മഭൂമി ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവമാക്കി മാറ്റി അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. രാംലല്ലയുടെ വിഗ്രഹം എടുത്തു കളയാൻ GB പന്തിനോട് പറഞ്ഞിട്ടും അത് കേൾക്കാതിരുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ? 92-ൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പള്ളി പൊളിക്കുമ്പോൾ കേന്ദ്രത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് അല്ലേ? ഈ 3 ഘട്ടങ്ങളിലും കോൺഗ്രസ് ആണല്ലോ അയോധ്യയിൽ വഴിവെട്ടിക്കൊടുത്തത്. ആ വഴിയിലൂടെ നന്നായി രഥമോടിച്ചു വന്നു LK അദ്വാനി. പാർലമെന്റിലേക്ക് എത്തി, രാജ്യം BJPക്കൊപ്പം. വർഗീയതയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാടുകളെടുത്ത ചരിത്രവും കോൺഗ്രസിനുണ്ട്. RSSനെ 3 പ്രാവശ്യം കോൺഗ്രസ് നിരോധിച്ചിട്ടുണ്ട്. 1975-ൽ RSSനെ കോൺഗ്രസ് നിരോധിച്ചപ്പോൾ ഇന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകൾ ജനസംഘവുമായി ഒത്തുചേർന്ന് ഇന്ദിരാഗാന്ധി എതിർക്കുകയായിരുന്നു. 1989-ൽ ജനസംഘത്തിൻ്റെ BJPയുമായി ഒത്തുചേർന്നുകൊണ്ട് VP സിംഗിനെ പിന്തുണ കൊടുത്തവരാണ് ഇന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകൾ, CPM പോലെയുള്ള കോൺഗ്രസിനെ വിമർശിക്കുന്ന പാർട്ടികൾ. 1990 വീണ്ടും RSSനെ നിരോധിച്ചു. അയോധ്യ ക്ഷേത്രത്തിന്റെ അങ്ങനെ നിലപാട് പോലും കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നില്ല. ഉചിതമായ സമയത്ത് ജയറാം രമേശ് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, 1948-ൽ ഗാന്ധി വധത്തിന് ശേഷം RSSന് നിലവിലുണ്ടായിരുന്ന അസ്പർശ്യത മാറ്റിയത് 75-ൽ JP പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് RSSനോട് ചേർന്ന് ഒരു വേദിയിൽ വന്നപ്പോഴാണ് RSSന്റെ അസ്പർശ്യത മാറിയത്. അതിനെ സംബന്ധിച്ച് CPMൽ തർക്കമുണ്ടായി. CPMനുള്ളിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന P. സുന്ദരയ്യ RSSുമായി ഒത്തുചേർന്ന് ഒരു വേദി പങ്കിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വിഷയത്തെ നിരോധിച്ചു, പിന്നീട് പിൻവലിക്കുന്നു. RSSന്റെ ഇതെല്ലാം 50കളിൽ നമ്മൾ കണ്ട ചരിത്രമാണ്. നിങ്ങൾ മോദിയുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന, നിങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസ് നേതൃത്വം ഈ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ മാത്രമായി കണ്ണും നട്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സ്ത്രീകളടക്കമുള്ളവരുടെ വോട്ട് ഈ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഫോർമുലയിലൂടെയാണ്. അതാണ് ഇന്ന് രാമനു വേണ്ടി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന നരേന്ദ്രമോദി ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി അവരുടെ ഉജ്ജ്വൽ ഗ്യാസ് യോജനയിലൂടെ കിട്ടിയിരിക്കുന്ന ഗ്യാസ് കൊണ്ട് തിളപ്പിച്ച ചായ കുടിച്ച് അവിടെ അവരോട് കുശലം പങ്കിട്ടു പോകുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വത്തെ കാണാനേ ഇല്ലല്ലോ. ഇതേപോലെ ഒരു പൊളിറ്റിക്കൽ റോഡ് ഷോ വന്നാൽ ഇതേപോലെയുള്ള കാഴ്ചകൾ ജനങ്ങളിലേക്ക് അവരെ തൊട്ടുപോകുന്ന കാഴ്ചകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മിസ് ചെയ്യുന്നത്? അരുൺ എന്താണ് ഈ പറയുന്നത്? കോൺഗ്രസ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, ഈ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾക്കെതിരെ, ഗവൺമെൻറ്റിൻ്റെ ദൗർബല്യങ്ങൾക്കെതിരെ 4000 കിലോമീറ്റർ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്ര നടത്തി. ഇപ്പോഴിത് അടുത്ത യാത്ര ആരംഭിക്കുന്നു. ഇതൊന്നും അരുൺ അറിയുന്നില്ലേ, കാണുന്നില്ലേ? പദയാത്ര നടത്തിയ സ്ഥലങ്ങളിൽ എല്ലാത്തിടത്തും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു. ആ പദയാത്ര നടത്തിയ സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആകെ ഉണ്ടായിരുന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് അല്ലേ വിജയിച്ചത്? എവിടെയാണ്? രാജസ്ഥാനിലും മധ്യപ്രദേശിലും എന്താണ് സംഭവിച്ചത്? മധ്യപ്രദേശിൽ 21 മണ്ഡലങ്ങളിലാണ് പദയാത്ര നടന്നത്. എത്ര മണ്ഡലങ്ങളിൽ വിജയിച്ചു? രാജസ്ഥാനിൽ പദയാത്ര നടത്തിയത് 20 മണ്ഡലങ്ങളിലാണ്. എത്ര സ്ഥലങ്ങളിൽ വിജയിച്ചു? മനസ്സിലാകുന്നത് ഈ പദയാത്ര കടന്നു പോയ സ്ഥലങ്ങളിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കാത്ത എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് മനസ്സിലാക്കുന്നത്. തെലങ്കാന പോലെ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് സ്വീകാര്യതയില്ലാത്ത സ്വീകാര്യതയില്ലാത്ത ഇടങ്ങളിൽ കോൺഗ്രസിന് പിന്തുണ ലഭിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയമായ അർത്ഥമാണുള്ളത്? ഉദാഹരണത്തിന് കേരളത്തിലൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? കേരളത്തിൽ ഹിന്ദുത്വം ഇല്ലല്ലോ. കേരളത്തിൽ ഹിന്ദുത്വയുടെ പരമാവധി വോട്ട് ബാങ്ക് 15%. ഇവിടെ വലിയ റോഡ് ഷോ നടക്കുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിലും വലിയ BJP പ്രസൻസ് ഇല്ലല്ലോ. ഇവിടെ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക പാർട്ടികളോ ഇപ്പോൾ പ്രാദേശിക പാർട്ടിയെ പരിണമിക്കുന്ന CPMO ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിജയം നേടുകയും ചെയ്യുന്നുണ്ട്. അതായത് BJPയുടെ ഈ വെൽഫെയർ റിലീജിയസ് രാഷ്ട്രീയത്തിന് മറുപടി നൽകാൻ കോൺഗ്രസിന്റെ കയ്യിൽ എന്ത് ആയുധമുണ്ട്? ഇന്നിപ്പോൾ നമ്മൾ കണ്ടതും ആ കാഴ്ചയാണ് എന്നതാണ് എൻ്റെ വാദം. രണ്ടാം ഘട്ടത്തിൽ അങ്ങേക്ക് അത് ഖണ്ഡിക്കാം. Debate with Arun Kumar.